നമസ്കാരം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ 2025 നാടിന് സമർപ്പിച്ച ഒരു വാക്ക് വേ ആണിത്. നമ്മുടെ കരമനയാറിനോട് ചേർന്ന് ഭംഗിയായി ഇൻ്റർലോക്കൊക്കെ പാകി ഏകദേശം 2 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു വാക്ക് വേ. നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടുമൊക്കെ ഇവിടെ വന്ന് നടക്കാനും സൊറ പറഞ്ഞിരിക്കാനും ഒക്കെയുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. രാവിലെയും വൈകുന്നേരത്തൊക്കെ നടക്കാൻ ഇറങ്ങുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. പിന്നെ ഇവിടെ വന്ന് ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളും അതിനുള്ള ബെഞ്ചുകളൊക്കെ ധാരാളം പണിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് മരങ്ങളുള്ളതിൻ്റെ പേരിൽ നല്ല തണലാണ്. പിന്നെ ഈ വാക്ക് വേ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെയും കുറച്ച് തണലുണ്ടാകും. പിന്നെ കരമനയാറിൻ്റെ കരയിലൂടെയുള്ളൊരു നടത്തുകയാണ്. അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അത് രാവിലെയും വൈകിട്ട് നടക്കാൻ ഇറങ്ങുന്നവർക്ക് ആറിൻ്റെ കരയിലൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീല് വല്ലാത്തൊരു ഫീലാണ്. വൈകിട്ടൊക്കെ നടക്കാൻ സ്ട്രീറ്റ് ലൈറ്റുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് രാത്രി ആയാലും അവിടെ നടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ നദിയിലേക്ക് ഇറക്കി, കരമനയാറ്റിലേക്ക് ഇറക്കി പവലിയനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നദിയുടെ അടുത്തേക്ക് പോയി നിന്ന് കരമനയാറ് കാണാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ അധിക നാളാകാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഇവിടെ വരുന്ന ആൾക്കാർ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക്കോ മറ്റ് മാലിന്യങ്ങളോ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. ഗവൺമെൻറ് പബ്ലിക്കിനായിട്ട് പല നിർബന്ധികളും ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഞാനടക്കമുള്ള നമ്മുടെ സമൂഹം മിക്ക ആൾക്കാരും അത് സൂക്ഷിക്കാറില്ല. അത് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കയറാനൊക്കാത്തൊരവസ്ഥയാക്കി വെക്കുകയാണ് പതിവ്. ഇവിടെ അത് അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. ഏറ്റവും വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ആറിനോട് ചേർന്ന് തന്നെ ഒരു ടർഫുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറവ് തോന്നിയത് ഒരു 1-2 റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ടായിരുന്നില്ല. ഈ കരമനയാറിൻ്റെ വശങ്ങളിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആറിനെ മലിനമാക്കിക്കൊണ്ടുള്ള പരിപാടിയല്ല, അല്ലാതെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് ഒരു 1-2 റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് പൊളിച്ചേനെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നീറമൺകര നന്ദിലത്ത് ജീവന്മാറിനോട് ചേർന്നുള്ള വഴി അകത്തേക്ക് വരുമ്പോഴാണ്. ഇതുവരെ പോകാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് ഈ ആഴാങ്കൽ വാക്ക് വേ.